ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുന്നു, കോൺഗ്രസിൽ ചേരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ളതാണ്. മുൻപ് ഇത്തരത്തിലേക്ക് വാർത്തകൾ വന്നതാണ്, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഐഷ പോറ്റി രംഗത്തെത്തിയതും നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെ പുറത്തു വരികയാണ്. കോൺഗ്രസിന്റെ സമരവേദിയിൽ ഐഷ പോറ്റി എത്തിയിരിക്കുന്നു. ഇതിനു മുൻപും കോൺഗ്രസിന്റെ പരിപാടിയിൽ ഐഷ പോറ്റി എത്തിയിട്ടുണ്ട്. അന്ന് പക്ഷേ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹത്തെ ഐഷ പോറ്റി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, കോൺഗ്രസിലേക്ക് എത്തുന്നു ഐഷ പോറ്റി എന്നുള്ളത് തന്നെ നമുക്ക് സ്ഥിരീകരിച്ച് പറയാറായോ? അനുജ, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു വരും. കാരണം കോൺഗ്രസിന്റെ രാപ്പകൽ സമരം നടക്കുകയാണ് ലോക്ഭവന് മുന്നിൽ. അവിടേക്കാണ് ഐഷ പോറ്റി അല്പസമയം മുമ്പ് എത്തിയത്. വി ഡി സതീശൻ പ്രതിപക്ഷ ഷോൾ അണിയിച്ച ഐഷ പോറ്റിയെ സ്വീകരിച്ചു. അവരിപ്പോൾ ഈ വേദിയിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും തന്നെ ഒരു സൂചന, വലിയ രീതിയിലൊരു ഐഷ പോറ്റി കോൺഗ്രസിൽ എന്നുള്ള വാർത്ത നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയും. ഒരു കോൺഗ്രസിന്റെ സമരവേദിയിലേക്ക് അവർ എത്തുകയാണ്. ഷോൾ അണിയിച്ച് പ്രതിപക്ഷ നേതാവ് അവരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കാൻ ഐഷ പോറ്റി എത്തിയിരിക്കുകയാണ്. CPIM-ന്റെ മുൻ MLA ആണ്. കോൺഗ്രസ് വേദിയിൽ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ കോൺഗ്രസിലേക്ക് എന്നുള്ളത് സ്ഥിരീകരിച്ച് തന്നെ നമുക്ക് നൽകാൻ കഴിയും. മുൻപ് ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ അവർ അതിനെ തള്ളിക്കളഞ്ഞതാണ്. അന്നും നമ്മൾ ആ വാർത്ത നൽകിയതാണ് അവർ കോൺഗ്രസിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിൽ. പക്ഷേ അപ്പോഴേക്കും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണത്തോടെ തന്നെ ഈ വാർത്ത വരികയാണ്. ഷോൾ അണിയിച്ച് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു. മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന ഒരു സമരവേദിയിലേക്ക് ഐഷ പോറ്റി എത്തുകയാണ്. അവരെ ഹാർദമായി സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. റിനു, തുടരാം. ഐഷ പോറ്റി CPIM-ന്റെ മുൻ MLA ആണ്. കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. അവർ കോൺഗ്രസിന്റെ സമരപരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. വിശദാംശങ്ങളുമായി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, നമ്മൾ നേരത്തെയും ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പുറത്തു വന്നതാണ്. പരിപാടികളിൽ പങ്കെടുക്കുന്നു, അന്നൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തനിക്ക് പാർട്ടിയിൽ പ്രത്യേകിച്ച് ചുമതലകളൊന്നുമില്ല, പക്ഷേ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നത് അവർ അന്ന് അതിന് സ്ഥിരീകരണം നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് തന്നെ പറയാം, ഐഷ പോറ്റി കോൺഗ്രസിൽ. അനുജ, തീർച്ചയായും ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ലോക്ഭവന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരവേദിയിലേക്കുള്ള അവരുടെ കടന്നുവരവ്. കൊട്ടാരക്കരയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്ന് സുരേഷ് അടക്കമുള്ള നേതാക്കളാണ് ഐഷ പോറ്റിയെ ഈ ലോക്ഭവന് മുന്നിലെ സമരവേദിയിലേക്ക് ആനയിക്കുന്നത്. CPIM-ന്റെ മുൻ MLA ആയിരുന്നു ഐഷ പോറ്റി. അവർ നേരത്തെ CPIM-ന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന കൊട്ടിയം ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. സാധാരണ നിലയ്ക്ക് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ ഒരാളുടെ അടുത്ത ഘടകം ഏരിയ കമ്മിറ്റി ആവേണ്ടതാണ്. അവർ ഇപ്പോഴും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ അംഗത്വത്തിലുണ്ടോ അതോ സാധാരണ അംഗം മാത്രമാണോ എന്ന കാര്യമാണ് വ്യക്തമാകാനുള്ളത്. എങ്കിൽ പോലും CPIM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് 2 ടേമിലേറെ MLA ആയിരുന്ന 2006 മുതൽ 2021 വരെ MLA ആയിരുന്ന ഒരു നേതാവ് കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നു. അതായത് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞ പോലെ വിസ്മയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുന്നണി വിപുലീകരണത്തിൻ്റെയും കോൺഗ്രസിനെ സംഘടനാപരമായി ശക്തിപ്പെടുന്നതിൻ്റെയും അടക്കമുള്ള കൃത്യമായ തെളിവായിട്ട് വേണം ഐഷ പോറ്റിയുടെ കടന്നുവരവിനെ കാണാൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ് കൊടിക്കുന്ന് സുരേഷ്, കൊല്ലത്തു നിന്ന് തന്നെയുള്ള PC വിഷ്ണു അടക്കമുള്ള നേതാക്കളാണ് ഐഷ പോറ്റിയെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഐഷ പോറ്റി നേരത്തെ 4 മാസം മുമ്പ് കോൺഗ്രസിൻ്റെ ചില വേദികളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് യാദൃശികമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്, മറ്റ് അർത്ഥങ്ങളൊന്നും അതിന് കൽപ്പിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ പാർട്ടിയിലെ അസംതൃപ്തി അപ്പോഴും ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നു. അതായത് അവരെ അവിടെ ഒതുക്കുന്നു, അവരെ പ്രവർത്തിക്കാൻ അവർക്ക് ഘടകം നൽകുന്നില്ല, അവർക്ക് കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ടായിരുന്നു. ആ പരാതികളെല്ലാം അവഗണിച്ചാണ് കൊല്ലത്തെ ജില്ലാ നേതൃത്വം മുന്നോട്ട് പോയത്. കൊട്ടാരക്കരയിൽ നിന്നുള്ള ഐഷ പോറ്റിയുടെ ഈ ചുവടുമാറ്റം കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലെ സാധ്യതകളെ അടക്കം ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റമായി തന്നെ വിലയിരുത്താം. കാരണം ഐഷ പോറ്റി 2006 മുതൽ 2021 വരെ കൊട്ടാരക്കരയെ പ്രതികരിച്ച MLA ആണ്. അവർക്ക് അവിടെ വലിയ തോതിൽ ജനസ്വാധീനമുണ്ട്. കൊട്ടാരക്കര പട്ടണത്തിലുമൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ ആളുകൾക്കും സ്വീകാര്യരായ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഐഷ പോറ്റിയുടെ ചൂടുമാറ്റം രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായി തന്നെ വേണം അതിനെ കാണാൻ. അനുജ,
കൊട്ടാരക്കര മുൻ MLA ആണ്. ഒപ്പം തന്നെ CPIM-ന്റെ പ്രമുഖ വനിതാ നേതാവ് ആയിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോൺഗ്രസിന്റെ സമര പരിപാടിയിൽ പങ്കെടുക്കുന്ന ഐഷ പോറ്റിയാണ്. 3 തവണയാണ് ഐഷ പോറ്റി CPIM-നെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിയായി നിയമസഭയിലെത്തിയത്. ഇപ്പോൾ CPIM വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു ഐഷ പോറ്റി. പക്ഷേ അന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറുമോ എന്ന ചോദ്യത്തിന് അത് നിഷേധിച്ചുകൊണ്ടാണ് അവർ മറുപടി നൽകിയത്. പക്ഷേ ഇപ്പോൾ അവർ കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി കോൺഗ്രസിൽ അംഗമാകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന, അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. റിനു ശ്രീധർ കൂടി വിശദാംശങ്ങളുമായുണ്ട്. റിനു, ഇതിനു മുൻപ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നത് അവർ ചൂണ്ടിക്കാട്ടിയതാണ്. അതുകൊണ്ട് സജീവമാകാൻ കഴിയുന്നില്ല എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ പാർട്ടിയുമായി അവർ അകൽച്ചയിലാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നതാണ്. കൃത്യമായി തന്നെ അവർ ആ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇതിൽ അന്തിമമായി കോൺഗ്രസിലേക്ക് അവർ എത്തിച്ചേർന്നതിന് ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ അവർ സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ അതിലേക്ക് തത്സമയം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരി പോലെ അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു. അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത്. അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക് കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐഷ പോറ്റിക്ക് നൽകിയാണ്. അതിന് പ്രിയങ്കരനായ KPCCയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ്, കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം ശ്രീ രാജേന്ദ്ര പ്രസാദ് സാറ് ഒപ്പുവച്ച മെമ്പർഷിപ്പാണ് ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീമതി ഐഷ പോറ്റിക്ക് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.